ഒരു ഓഫ് റോഡ് ബിൽഡ് SUV ആണ് മഹീന്ദ്ര താർ. ഒരു വെഹിക്കിളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാപ്പബിലിറ്റി ആണെങ്കിലും ലുക്കിലാണെങ്കിലും 3 ഡോർ ആണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ്, ബാക്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മളൊരു റാംഗ്ലർ ടൈപ്പ് 7 സ്ലോട്ട് ഗ്രില്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹെഡ് ലാമ്പ്. സോ ലോ കിലോമീറ്റർ വെഹിക്കിളിന് ഓൺലി 2010 മുതൽ ഇന്ന് വരെ നമ്മൾ SUV സെഗ്മെന്റ് പരിശീലിക്കുന്ന ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര താർ. ഇന്ത്യയിൽ ഒട്ടുമിക്ക വണ്ടിപ്രാന്തിന് മനസ്സിലുള്ള ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര താർ. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഓഫ് റോഡ് ബിൽഡ് SUV ആണ് മഹീന്ദ്ര താർ. ഒരു വെഹിക്കിളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലുക്കും അതിൻ്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയാണ്. ആരായാലും നോക്കി ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ് ഒരു മഹീന്ദ്ര താറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എങ്ങോട്ടും എന്തും ചെയ്യാൻ പറ്റിയ മോഡലാണ് ഒരു മഹീന്ദ്ര താർ വന്നത്. സോ ഒന്ന് നമുക്ക് സെയിലിനായിട്ട് വന്ന പുതിയ സ്റ്റോക്കാണ് മഹീന്ദ്ര താർ. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിനെ. ഒരു ബെസ്റ്റ് പ്രൈസിനാണ് വേണ്ടിയത്. സോ എല്ലാവർക്കും പുതിയ കൃത്യമായി സ്വാഗതം. മഹീന്ദ്ര താർ 2022 മോഡൽ. സോ ഈ ഒരു താറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു SUV ആണ് താർ. ഒരുപാട് അധികം നമ്മൾ റോഡിൽ കാണുന്ന ഒരു SUVകളിൽ ഒന്നാണ് ഒരു മഹീന്ദ്ര താർ. സോ 2020 ഇറങ്ങിയ സമയത്ത് ഒരു ലൈഫ് സ്റ്റൈൽ SUV മാറിയ ഒരു വെഹിക്കിളാണ് ഒരു മഹീന്ദ്ര താർ. സോ പേഴ്സണലി എൻ്റെയും ഒരു ഡ്രീം ലിസ്റ്റിൽ ഒരു കാർ ലിസ്റ്റിൽ ഒരു മോഡലാണ് മഹീന്ദ്ര താർ. ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും മനസ്സിൽ കയറി പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് മഹീന്ദ്ര താറിന് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി നമുക്ക് ലഭിക്കുന്ന ഒരു കാറിൽ നിന്ന്. സോ ഫ്രണ്ടിൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ താറിന് ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഇതിൽ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മളൊരു റാംഗ്ലർ ടൈപ്പ് 7 സ്ലോട്ട് ഗ്രില്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹെഡ് ലാമ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മൈനസ് ടൈപ്പ് ഹെഡ് ലാമ്പ്സാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫുൾ ബോഡി PPF കോട്ടിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു വെഹിക്കിളിൽ. സോ ഈ ഒരു പോർഷനിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സും DRL യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ നമുക്ക് ബമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ബമ്പേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു ബൾക്കി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ആരായാലും നോക്കി പോകുന്ന ഡിസൈനാണ് ഇതൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. സോ ഇതിന് പഴയ രീതിയിൽ ട്രഡീഷൻ തോന്നിയ രീതിയിലാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പോർഷൻസായ ഫുഡ് ഓപ്പണിംഗ് ലിഡ് വന്നിട്ടുള്ളത്. സോ ഇതാണ് വിൻഷീൽഡ് വരുന്നത്. അതിൽ നമുക്ക് വൈപ്പർ യൂണിറ്റും കാണാൻ സാധിക്കും. വൈപ്പർ സ്പ്രേ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലോട്ട് പോകുന്ന സമയത്ത് ഒരു ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 18 ഇഞ്ച് വീൽസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ഫുള്ളി കാലിപ്പസ് റെഡ് ഇൻസേർട്ട് കൊടുത്ത് കാണാനായിട്ട് സാധിക്കും. അലോവിയിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കമ്പനി വരുന്ന ഈ ഒരു കളറില്ല, നമ്മൾ ബ്ലാക്ക് ഔട്ട് എക്സ്ട്രാ ചെയ്തതാണ്. വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. അവിടെയാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് താറുള്ള ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. മിററും താറുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ വെഹിക്കിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ റോക്സും നമുക്ക് അവൈലബിൾ ആണ്. സോ റോക്സ് വേണ്ട നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മളതും വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇതാണ് അവർ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സോ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം 3 ഡോറാണ്. 5 ഡോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം 3 ഡോറാണ്. കാരണം അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ആണെങ്കിലും ലുക്കിലാണെങ്കിലും 3 ഡോറാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തില്ല. ബാക്കിൽ ഡ്രം ബ്രേക്സ് ഒന്നും യൂസ് ചെയ്തില്ല. അതിൽ 4x4 എന്നൊരു ബാഡ്ജിങ് കൊടുത്ത് കാണാൻ സാധിക്കും. സോ ഇതാണ് അവർ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു ടെയിൽ ലാംപ്സിനെ കുറിച്ചാണ്. കണ്ടോ, ഒരു സ്മോക്ക്ഡ് ടെയിൽ ലാംപ്സാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. LED യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി രണ്ടും ഹാലജൻ ലാംപ്സാണ്. ഇവിടെ നമുക്ക് താറിലെ ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. സ്പെയർ വീൽ മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ തന്നെ. അതുപോലെ തന്നെ റിയറിൽ ബൂട്ട് സ്പേസിലും അത്യാവശ്യം സ്റ്റാൻഡേർഡിലെ ബൂട്ട് കപ്പാസിറ്റിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് 2 സെക്ഷനായിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. കണ്ടോ, ഇവിടെ ക്ലോസ് ചെയ്തേക്കാം. ഡിഫോക്കൽ ലെയിൻസ് കാണാനായിട്ട് സാധിക്കും. ലോക്കും അൺലോക്കും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആക്സറീസ് ആയിട്ട് നമുക്ക് ഒരുപാട് കിറ്റും കാര്യങ്ങളും ചെയ്യേണ്ടത് സാധിക്കും. സോ നമുക്കിവിടെ ഒരു ടേബിൾ യൂണിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമ്പിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു മഹീന്ദ്ര താർ. സോ ഇതാണ് മഹീന്ദ്ര താറിന് ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് 3 ഡോറാണോ അതോ 5 ഡോറാണോ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ നമുക്ക് നേരെ ഇൻറ്റീരിയറിലോട്ട് പോവാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു ഓഫ് റോഡ് ബൾക്കി ഫീലും നമുക്ക് ഇൻറ്റീരിയർ കണ്ടു സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡ് കണ്ടു തുടങ്ങാം. ഡോറിലും നമുക്ക് താറിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്കും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് നേരെ അകത്തോട്ട് കയറുകയാണെങ്കിൽ സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഇൻറ്റീരിയറാണ് ഒരു താർ 3 ഡോറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തുടങ്ങാം. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈപ്പർ കൺട്രോളും ഹെഡ്ലൈറ്റ് കൺട്രോൾ യൂണിറ്റും ഈ 2 സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇനി ക്ലസ്റ്റർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ 2 അൺലോക്ക് മീറ്റേഴ്സും ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും നമുക്കത് കാണാനായിട്ട് സാധിക്കും. സോ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ബട്ടൺസ് അത് കൺട്രോൾ ചെയ്യുന്നത്. ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കത് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഇൻഫർമേഷനും നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. സോ ഇനി നേരെ സെൻട്രൽ കൺസോളിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം, ഇത് കമ്പനി ഇൻബിൽഡ് ഇൻഫോടൈം സിസ്റ്റം അതിൽ വന്നിട്ടുള്ളത്. സോ ഇതിൽ അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു അഡ്വഞ്ചർ ഓപ്ഷൻസാണ്. ഇതിൽ നമുക്ക് ഓൺ റോഡ് പവറും ടോർക്കും കാണാനായിട്ട് സാധിക്കും. ഓഫ് റോഡ് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾസും ഡിഗ്രിയും അറിയാൻ സാധിക്കും. സോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു മോഡും കൂടിയും ഈ ഒരു മഹീന്ദ്ര താറിൽ കൊടുത്തിട്ടുണ്ട്. 2 ഹോം പ്രസ് ചെയ്യാം. അതിൽ ഫിസിക്കൽ ബട്ടൺസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫാബ്രേറ്റും നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലൊരു ഫിനിഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ താഴെ AC കൺട്രോൾ, ഒരു മാനുവലി കൺട്രോൾ യൂണിറ്റാണ് ഈ AC വന്നിട്ടുള്ളത്. ഇവിടെയും കുറച്ച് സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും. എയർ ബാഗ് ഓഫുള്ള ബട്ടൺ, ഹസാർഡ് ലാമ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസ്റ്റൻസ് കൺട്രോൾ, ലോക്ക് ബട്ടണും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നേരെ താഴെ ഒരു USB പോർട്ടും ഒരു ഓക്സ് കേബിളും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു 2 ബട്ടൺ ചാർജിങ് സോക്കറ്റ് കാണാനായിട്ട് സാധിക്കും. സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഒരു വെഹിക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ പിന്നെ വേറൊരു ഹൈലൈറ്റാണ് 4 വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾ. ഇതുള്ളത് കാരണം നമുക്ക് ഏത് റൂട്ടിലും വണ്ടി ഓടിക്കാൻ സാധിക്കും. വെള്ളത്തേക്ക് ഇറക്കണം, വെള്ളത്തേക്ക് ഇറക്കാം. മല കയറണമെങ്കിൽ മല കയറാം. എങ്ങോട്ടും ഈ ഒരു ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് 4 വീൽ ഡ്രൈവ്. ഇവിടെ 2H, അതുപോലെ 4H പ്രസ് ചെയ്ത് ന്യൂട്രൽ ഇടുന്നതും, അത് പിന്നെ 4L. 4L മീൻസ് 4 ലോ. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടോർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. സോ പവറിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സും മേലെ ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺഷെയ്ഡ്. പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. റിയർ വ്യൂ മിററും കാണാനായിട്ട് സാധിക്കും. ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ഫ്രണ്ട് വ്യൂ എന്നുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോ കണ്ടു നോക്കാം. സോ ഇനി ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊരു കംഫർട്ടും സ്പേസും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും നല്ലൊരു കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കംഫർട്ടുള്ള സീറ്റ്സും കൂടി ഉണ്ട്. കമ്പനി ഇൻബിൽഡ് സീറ്ററിൽ വരുന്നത്. സോ ബെസ്റ്റിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ നമുക്കിവിടെ വീൽ ആർച്ചസ് കൊടുത്ത് നമുക്ക് ആക്സസറീസ് ആയിട്ട് നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വ്യൂ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് യൂണിറ്റ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ സാധിക്കും. ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ റോൾ കേജും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കംഫർട്ടിങ് നല്ല കംഫർട്ട് സീറ്റ് കേട്ടോ. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയിരുന്നു. നല്ല കംഫർട്ട്ലി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെങ്കിൽ കയറാനും ഇറങ്ങണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് തോന്നും. സോ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ലെവൽ വെച്ചൊന്ന് പുള്ള് ചെയ്യാം. ഫ്രണ്ടിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ലഭിക്കും. സോ ഇനി മഹീന്ദ്ര താറിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 2 ലിറ്റർ എംസ്റ്റാനിൽ പെട്രോൾ എഞ്ചിനാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. അറൗണ്ട് 150 bhp പവറും 300 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു വെഹിക്കിൾ നമുക്ക് തരുന്നതാണ്. സോ നമ്മൾ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് പറഞ്ഞില്ലേ. ഇനി മഹീന്ദ്ര താറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 2022 മോഡൽ മഹീന്ദ്ര താർ 4 വീൽ മാനുവൽ പെട്രോൾ വെഹിക്കിളാണ് നമ്മളൊരു വെഹിക്കിൾ വരുന്നത്. സോ ലോ കിലോമീറ്റർ വെഹിക്കിളിന് ഓൺലി 47,000 കിലോമീറ്റേഴ്സാണ് ഈ ഒരു വെഹിക്കിൾ ഡ്രിവൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ നിൽക്കുന്ന വെഹിക്കിളാണ്. സോ ഇതൊരു ലോ കിലോമീറ്റർ വെഹിക്കിളാണ്. അത്യാവശ്യം ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മളെ പേജിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ട് അതിൽ ലിങ്കിൽ കയറി സപ്പോർട്ട് ചെയ്യാം. സോ ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വെഹിക്കിളിന് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം.